ധർമ്മം പാടില്ല. എന്താ ഇവിടെ സുഹൃത്തെ ബേജാറിൽ തീർന്നില്ലേ? എവിടെ എവിടെ എങ്ങോട്ട് എങ്ങോട്ട് അവരോടൊന്ന് പറഞ്ഞിരുന്നേ, ഞാൻ മുച്ചിലോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ബാറ്റ്മാനെ ബാറ്റ്മാനെ ബാറ്റ്മാൻ ഇടുക്കി കയറി ബാറ്റ്മാൻ ഇടുക്കി കയറി. എടാ പിന്നെ ഞാനേ അടുത്തൊരു സ്ഥലത്തോട് പൊക്കോണ്ടിരിക്കുക. നിനക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? പൈസ കിട്ടിയില്ലേ? ഞാൻ വിളിക്കാം. ചേട്ടാ നിങ്ങൾക്ക് ഇത് അറിയാവോ? നമ്മുടെ ഗ്യാങ്ങിൽ ഒരു ഉള്ള ഒരു വൃത്തിയായിട്ട് ഇറക്കല്ലേ, ഉള്ളതിൽ ഏറ്റവും വൃത്തിയായിട്ട് ഇറക്കാൻ ഡാൻജിയാണോ? ആരാ? നമ്മൾ പറയേണ്ടത് മനസ്സിലായത് എന്താണ് അവൻ എന്തൊരു പ്രശ്നം ഉണ്ടാക്കി എടുത്തത്? അവന്റെ ഒരു കൊച്ചിനെ വളച്ചോണ്ട് വന്നേക്കണ്. ഏത് കൊച്ചിനെ? ഇപ്പൊ വണ്ടിക്കകത്തിരിക്കണ കൊച്ചിനെ. ഇത് എത്രാമത്തേത് ഇവൻ ഈ പെണ്ണ്? അതാ സത്യം. പെണ്ണുങ്ങളുടെ എല്ലാം പേരും പറഞ്ഞോണ്ട് ഇത് ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞോണ്ട് ഇവൻ വരുന്നേ. അതാ ഇവന് നമ്മളിത് നമ്മളങ്ങോട്ടാ പോണേ. ഇതിലേതാണ് ഒരു പെങ്കൊച്ച്? ഇറങ്ങിപ്പോയത് അതല്ലേ ബാറ്റ്മാനാണോ? ഇതിലൊരു പെങ്കൊച്ചിന്റെ ശബ്ദം കേട്ടേതാ? ഹലോ, അത് ഡാൻജിയുടെ അടുത്ത ഏരിയ ജോണിയോ. എനിക്ക് താങ്ങാൻ വയ്യ, ഞാൻ ഇവിടെ നിന്ന് ചാടി ചാവുക. ചാവട്ടെ, പിടിക്കണ്ട. എന്നെ വിട്ടേക്ക്, ഞാൻ പോവും, എനിക്ക് ജീവിക്കാൻ. ഞാൻ ആരും പിടിച്ചിട്ടില്ലല്ലോ, ചത്തൂടെ. നീ ഡാൻജിയുടെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞു കൊടുത്തേ. ഞാനും ബാറ്റും പറഞ്ഞ് വിശ്വസിക്കണല്ലോ ജോണിയോനെ. അപ്പൊ അതുകൊണ്ടാണ് ജോണിയോനെ നമ്മൾ വിളിച്ചിട്ട് വന്നത്. ജോണിയോൻ വള്ളി ഡാൻജി എന്ന് പറഞ്ഞ ഒരുത്തനാണ് അവനെ ഡാൻജിന്ന് പോലും തിരക്കി ആർക്കും അറിയത്തില്ല. വള്ളിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും ഡാൻജിന്ന്. ജപ്പാൻ വള്ളി അങ്ങനെയൊക്കെയാണ് അവന്റെ പേര് അറിയപ്പെടുന്നത്. അവന് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇപ്പോ ഈ ഗേൾസിന്റെ ഇവിടുത്തെ ഗേൾസിന്റെ കൂടെ ഉള്ള ഒരു കറക്കം. കുട്ടി ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത പലതും ആര് ചെയ്യുന്നുണ്ട്. എങ്ങനെ പറയാ? നമ്മളെങ്ങനെ പറയാ? അതെ, ഒരു അതല്ല, വേറെ എത്ര നല്ല ചോയ്സ് ഉണ്ടായിരുന്നു, എന്നിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചാടി. അതാ എനിക്ക് അറിഞ്ഞത്. മുമ്പിൽ തന്നെ 2-3 നിപ്പുണ്ട്. ആര്? നീയോ? ഞാൻ മുമ്പിൽ 3 പേരെ കാണാൻ പറ്റും, 2 പേരെ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ. അല്ല നമ്മള് അവൻ ചിലപ്പോ മാറിയേക്കാം, അറിയത്തില്ല. ഇനി നട്ടാശയുടെ ഒരു പിന്തുണ കൊണ്ടാവും ചിലപ്പോ അവൻ ആളങ്ങ് മാറിയേക്കാം, പക്ഷെ അറിയത്തില്ല. നമ്മള് പക്ഷെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് വല്ല നാടകം നടക്കുകയാണ്. തറയിൽ കയറിയിരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് ഇവിടെ ഒരു അല്ലേ? അല്ല, മോള് പറഞ്ഞ തട്ടകമൊന്നും അല്ലല്ലോ. അപ്പൊ എവിടെ വേണേലും ഇരിക്കാം. എന്തുവാ ഇത്? ജീവിതം തൊലഞ്ഞ് പണ്ടാരടങ്ങി ഇരിക്കുമ്പോ അവനെ എന്നാ പരിചയപ്പെട്ട? ഒരു 1 വീക്ക് ആവും. ഇങ്ങനെ വർഷങ്ങളോളം പരിചയമുള്ള എത്രയോ പെൺപിള്ളേർ ഇവിടെ വന്ന് ഇതുപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? കൊണ്ടിട്ട് കരയാൻ മാത്രം എന്താ നഷ്ടപ്പെടാൻ വേണ്ടി ഒന്നും. ഒരു മിനിറ്റ്, ഒരു കോൾ. ഏറ്റവും ഒരു ജപ്പാനിൽ നിന്നൊരു കോൾ വരുന്ന. ഒരു മിനിറ്റ്. ചാണ്ടി പറ. കുട്ടി പിന്നെ ഇപ്പൊ അവിടെ ഇരുന്ന് അവന്റെ ഒരു മൂത്ത ഒരു കാർന്നോര സ്ഥാനത്തുള്ള ഒരാളാ. കുട്ടി ഞാൻ പറയട്ടെ, കുട്ടീനെ ഡാർലിംഗ് എന്നല്ലേ വിളിക്കണേ. പലരെയും പല പേരാ, ബേബി, ക്യൂട്ടി, ചില പേരൊന്നും പറയാൻ പോലും പറ്റത്തില്ല. പേര് പറയൂ. ഇതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഡാർലിംഗ് എന്ന്, അങ്ങനെ ഇങ്ങനത്തെ പേരൊക്കെ പറഞ്ഞാ പരിചയപ്പെടുത്തുന്നത്. ഇല്ല, ഞാൻ കേട്ട ഒരു പേരുണ്ട്, ആ പേര് ഈ ലിസ്റ്റിലുണ്ടോന്ന് അറിയാൻ. ഏത് പേരായിരുന്നു? അത് ഞാൻ പറയില്ല. ഞാൻ പിന്നെ നമുക്ക് കുട്ടി ശരിക്കുള്ള പേരൊന്നും അറിഞ്ഞൂടാ. എല്ലാവർക്കും ഇങ്ങനെ മറ്റേ ക്യൂട്ട് പേരിട്ടിട്ട് കൊണ്ടുവരും. പൂക്കി പൈ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. നമുക്കറിയാവോ ഇത് ആരാന്ന്? ഇങ്ങനത്തെ ഇരട്ട പേരേ പറയുള്ളൂ. കുട്ടിയെ തന്നെ നമ്മളെ ഡാർലിംഗ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തി. കുട്ടി ഇവിടുന്ന് ചാടിയാ മരിക്കത്തില്ല, അങ്ങ് അറ്റത്തോട്ട് പോയിട്ട് ചാടി നോക്ക്. ഞാനേ ഈ കൊച്ചിന്റെ അവസ്ഥ ആലോചിക്കോ? പാവല്ലേ, അവന്റെ വലയിലൊക്കെ പെട്ടുപോയത്. അവൻ റാക്കറ്റാ മോളെ. ഓ, യുവമാരെ മൈൻഡ് എങ്ങനെയാ ജോണിയമ്മ? യുവമാർക്കും പെണ്ണ് പാടില്ല, അവനക്കും പാടില്ല. എടാ ചാവുന്നടാ, മുങ്ങി ചാവുന്നടാ, പോയി എടാ ചത്തടാ, പോയി രക്ഷിക്കടാ. ഓടി വരുന്നത് നോക്കി രക്ഷിക്കാൻ ചാണ്ടി. എടാ എടാ ചാണ്ടി ഓടിപ്പോടാ, ആ കൊച്ചിപ്പോ മുങ്ങിച്ചാവും. ആ ബാറ്റ്മാൻ പിടിച്ച് മുക്കിയതാ. ലെഗസിയും ബാറ്റ്മാനോടാ. എടാ ചത്തടാ, എടാ ഇവിടുന്ന് ഇറങ്ങടാ. എടാ അവിടെ വെള്ളത്തി
എടാ നിന്റെ സെലക്ഷൻ ഒട്ടും പോരടാ അവൾക്ക് എടാ മോനെ, നിന്റെ അടുത്ത് ഒരു ട്രസ്റ്റ് ഇല്ല. എടാ ചത്തറ വെള്ളത്തില് Trust എന്ന് പറയുന്ന സാധനമില്ലടാ. എടാ ദേ നമ്മളൊന്ന് വെള്ള trust ശവത്തിൽ ചെയ്ത് ഇങ്ങ് trust അടുത്താഴ്ച ചെയ്തടാ. അവൾക്കൊരു trust ഇല്ല നിന്റെ അടുത്ത്. എടാ ഈ അടുത്ത ആഴ്ച പൊങ്ങിക്കോളാ, വെറുതെ മുങ്ങി ഡ്രസ് ചെയ്തേക്കണ്ട. എടാ ഇങ്ങ് പോരടാ. എന്ത് അടുത്ത ഒരു പെണ്ണ് പോയി അടുത്ത പെണ്ണ് ഇങ്ങ് പോര്. അതെ എടാ വേറെ നിനക്ക് എത്രയോ നല്ല പെൺപിള്ളേരുണ്ട്. ഇവള് മാത്രമേ ഉള്ളൂ. കൈവിട്ടെന്നോ കൈപൊക്കി കാണിക്കുന്നു. ആ കൊച്ചിനെ കൈവിട്ടെന്നോ അവൻ. എടാ നിന്റെ സെലക്ഷൻ പോരട്ടാ ഡാൻജി. നിന്റെ സെലക്ഷൻ പോരാ. എന്തൊക്കെയാണ് ഇവിടെ? എന്തായിട്ട് ഇത്? ലെഗസി ഇപ്പൊ ഒരു മുടക്കിയേ മാറുവാണല്ലോ. അല്ല അവൻ പിന്നെ കൊല്ലാനായിട്ടുള്ള ഒരിത്. ബാറ്റ്മാനാണോ? ഞാനൊന്നുമില്ല, കൊച്ചു സൂയിസൈഡ് ചെയ്താ. എന്നെ എന്ത് പറയുന്നത്? എടാ, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോടാ. എടാ, ഓടടാ. എങ്ങനെയാണ്? അവിടെ കിടക്കണ്ടേ പണിയാ? നമുക്ക് നമ്മളെന്തിനുണ്ട് വേണമെങ്കിൽ അവൻ കൊണ്ടുപോട്ടെ. എടാ, ഒരു പെൺകൊച്ചിന്റെ ജീവിതം. അത് നമ്മുടെ വീട്ടിൽ തീരുള്ള ഡോക്ടർ ഇറങ്ങായിരുന്നെങ്കിൽ ഫ്രണ്ടിൽ കയറായിരുന്നു. ഫ്രണ്ട് ആദ്യം എത്താലേ കേറിക്കോ. അവിടെ കിടക്കടാ നീ ഡാൻജി. എടേ, ആ കൊച്ചിനെ ഒന്ന് രക്ഷിക്കടാ ലെഗസി. നിനക്ക് ഏയ്, കണ്ണിച്ചോര എന്തിന്? എനിക്ക് കണ്ണിച്ചോരയില്ല. മാമനെ നിലത്തിരുത്തിയപ്പോ അവള് കൊണയടിച്ച്. എടാ അല്ല അല്ല അത് കുഴപ്പമില്ല. ഡാൻജി ഞാൻ വണ്ടി തിരിച്ചിടാം. നീ ഡിക്കിയിലിടാൻ പറ്റുന്നോ ഉണ്ടോ നോക്ക്. എടാ രാജി ഇപ്പുറമാ എടാ നീ അവളെ അവിടെ ഇട്ടിട്ട് വന്ന വണ്ടി കയറ്റും. ഓ ഇവിടെ നമുക്ക് വണ്ടി എടുത്ത് തിരിക്കാൻ വെച്ച് പറ്റത്തില്ലല്ലേ? ഓക്കെ മറ്റേ ഷോപ്പർമി കൊണ്ടേ കുഴിച്ചിട്ടല്ലേ ചേച്ചി പണ്ടിട്ട് കൂടാ. സൈറുവിനെ ഞാൻ നോക്കണമെന്നില്ലടാ. നീ സൈറിന്റെ അടുത്ത് എന്ത് വേണേലും പറഞ്ഞോ. ഞാൻ സെറ്റ് ആണെന്ന് വരെ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. ഈ നാറിയതിനെ ഇവിടെ വന്നേ. ഞാൻ വണ്ടി തിരിക്കാന്നല്ലേ പറഞ്ഞു. ഒന്നാമത് തിരിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. എടാ രാജി ഓടി അങ്ങറ്റൊക്കെ വാ. എടാ. പറഞ്ഞ കുട്ടി ഇവിടുന്ന് ചാടിയോ ശവം കിട്ടുമെന്ന്. കുറച്ചും കൂടി അങ്ങ് പോയി ചാവുമായിരുന്നു, ശവം പോലും കിട്ടത്തില്ലായിരുന്നു. നോക്ക് ഡിക്കി നോക്ക്. ആ ബോഡി ആദ്യം. നീ കേറിയോ? കുട്ടി ഞാൻ അപ്പഴേ പറഞ്ഞ ഇവിടുന്ന് ചാടിയ ശവം കിട്ടുമെന്ന്. കുറച്ചുകൂടി അപ്പുറത്ത് പോയി ചാവുമായിരുന്നു, ശവം പോലും കിട്ടില്ലായിരുന്നു. എന്ത് പണിയാ കുട്ടി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ബിൽഡിങ്ങിന്റെ ഒക്കെ ചാടി സെത്താ പോരായിരുന്നു. മതിയായിരുന്നു. അല്ലേ വില കത്തിച്ചിട്ട് മറ്റേ പെട്രോൾ നിലത്തൊഴിച്ചിട്ട് അതിനകത്ത് കയറി ഇന്ന് കത്തിച്ചെത്തണം. എന്തൊക്കെ വഴിയുണ്ട് കുട്ടി. ചോദിക്കായിരുന്നു നമ്മള് വിസ്താരമായിട്ട് പറഞ്ഞേ. ജാൻജി എന്നാലും നിന്റെ സെലക്ഷൻ പോരടാ. നിന്റെ അടുത്തൊരു ട്രസ്റ്റ് ഇല്ല. അല്ല നമ്മളുള്ളത് പറഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി പോയി സൂയിസൈഡ് ചെയ്ത് തുടങ്ങി. എന്തൊക്കെ പറയുന്നത്, കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അല്ല ലേസി നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ നാജി കാരണം മരിച്ചല്ലോ. ഇവന്റെ പേരിൽ നാളെ കേസാവും എന്തോ. പോരാ വരെ ഇവന്റെ മുമ്പത്തെ കാമുകിയുടെ അത്രയും പോരടാ. അത് മുമ്പത്തെ ശരി. കാമുകി കുറച്ചെങ്കിലും അവനൊരു ട്രസ്റ്റ് ഉണ്ടായി. ഉണ്ടായിരുന്നു. അതാ അല്ല അതിന് മുമ്പത്തെ കിടിലം കൊച്ചായിരുന്നു. അത് കൊറേ നാള് അവനായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. അതിന് മുമ്പത്തെ മോഡേൺ ആയതുകൊണ്ട് ഇവൻ ഇട്ടിട്ട് പോയി. മറ്റേ ഡ്രസ് കുറച്ച് ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കുറച്ച് ഡ്രസ് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവ ഇട്ടിട്ട് പോയത്. അതിന് വേഗം ചെല്ല്. ഞാൻ ചെല്ല്. ഞാൻ കൃത്രിമശ്വാസം കൊടുക്കണോ? അവനെ പുറത്തിറക്കടാ. അവനെ പുറത്തിറക്ക. കൃത്രിമശ്വാസം വേണേ ഞാൻ കൊടുക്കാം. ഊതിയ കൊച്ചിന്റെ ബോധം കളയുവൻ.